നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന ലിസ്റ്റുകളാണ്. അപ്പോൾ ലിസ്റ്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഭരണഘടനയിൽ 7ാമത്തെ ഷെഡ്യൂളിൽ 246ാമത്തെ ആർട്ടിക്കിളാണ്. അപ്പോൾ 7ാമത്തെ ഷെഡ്യൂളിൽ 246 ആർട്ടിക്കിളിലാണ് ലിസ്റ്റുകളെ പറ്റി ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ലിസ്റ്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് യൂണിയൻ ലിസ്റ്റ്, രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് 7ാമത്തെ പട്ടികയിൽ 246ാമത്തെ ആർട്ടിക്കിളിലാണ് 3 ലിസ്റ്റുകൾ വരുന്നുണ്ടാവുന്നത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമുക്ക് ഓരോ ലിസ്റ്റുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് നിലവിൽ 100 വിഷയമാണുള്ളത്. തുടക്കത്തിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. ആ 97 വിഷയങ്ങളിൽ ഇപ്പോൾ 100ആയിട്ട് കൂടിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിലുള്ള നിയമനിർമ്മാണത്തിൻ്റെ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, ഓർത്തേക്കുക. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ തുടക്കത്തിൽ 97 വിഷയങ്ങളായിരുന്നു, ഇപ്പോൾ 100 വിഷയങ്ങളുണ്ട്. അതിനകത്ത് വന്നിട്ട് നിയമനിർമ്മാണ അധികാരം വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു. രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് തുടക്കത്തിൽ 66 വിഷയമുണ്ടായിരുന്നു, നിലവിൽ 61 വിഷയങ്ങളായി ചുരുങ്ങിയിട്ടുണ്ട്. അതിലുള്ള വിഷയങ്ങളിലെ നിയമനിർമ്മാണം അധികാരമുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ 66 വിഷയങ്ങൾ 61ആയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാകും. മൂന്നാമത്തെ കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ 47 വിഷയങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അത് 52ആയിട്ട് കൂടിയിട്ടുണ്ട്. ആ വിഷയങ്ങളിലെ കാര്യങ്ങൾ രണ്ടുപേരും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ 3 ലിസ്റ്റ് ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ. യൂണിയൻ ലിസ്റ്റ് തുടക്കത്തിൽ 97 ഉണ്ടായിരുന്നു, ഇപ്പോൾ 100ആയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആണ്. രണ്ടാമത്തെ സംസ്ഥാന സർക്കാർ, മീൻസ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് തുടക്കത്തിൽ 66 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 61ആയി ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ്. കൺകറന്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ വന്നിട്ട് 47 വിഷയങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അത് 52ആയിട്ട് കൂടിയിട്ടുണ്ട്. ആ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ചാക്കി നിയമനിർമ്മാണം ചെയ്യുന്നുണ്ടാകും. നമുക്കിനി ഓരോ ലിസ്റ്റിലും ഏതൊക്കെയാണുള്ളത് നോക്കാം. ആദ്യത്തെ യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധമുണ്ട്. അപ്പോൾ പ്രതിരോധം, റെയിൽവേ, വിദേശകാര്യം. പ്രതിരോധം, റെയിൽവേ, വിദേശകാര്യം, പോസ്റ്റ് ഓഫീസ്, സേവിങ് ബാങ്ക്സ്. അപ്പോൾ ലോട്ടറി വരുന്നുണ്ടാകും. അപ്പോൾ ഇൻഷുറൻസ്, പിന്നെ തപാൽ, ടെലഫോണ്. ഈ ടെലഫോണ് അപ്പോൾ മനസ്സിലായി. സെൻസസ്, കസ്റ്റം തിരുവ, ബാങ്കിങ്, കോർപ്പറേറ്റിന് നികുതി, വരുമാന നികുതി, പിന്നെ കറൻസി, റിസർവ് ബാങ്ക്, വിദേശ വായ്പ, സ്റ്റാമ്പ് ഡ്യൂട്ടി, പൗരത്വം, UPSC, യുദ്ധവും സമാധാനവും, വ്യോമയാനം, തുറമുഖം, ആണവോർജം, നാണയ വ്യവസ്ഥ. അപ്പോൾ എന്തൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത്? പ്രതിരോധം, റെയിൽവേ, വിദേശകാര്യം, പോസ്റ്റ് ഓഫീസ്, സേവിങ് ബാങ്ക്, ഇൻഷുറൻസ്, ലോട്ടറി, തപാൽ, ടെലഫോൺ, സെൻസസ്, കസ്റ്റം തിരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പിന്നെ കറൻസി, റിസർവ് ബാങ്ക്, വിദേശ വായ്പകൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി, പൗരത്വം, UPSC, CBI, പിന്നെന്തായിരുന്നു, സ്റ്റാമ്പ് ഡ്യൂട്ടി, വ്യോമയാനം, തുറമുഖങ്ങൾ, ആണവോർജം, നാണയ വ്യവസ്ഥ. ഇനി അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പോലീസ്, ക്രമസമാധാനം, ജയിൽ, കൃഷി, ഫിഷറീസ്, കാർഷിക ആദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, പിന്നെ തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തി രാജ്, ചൂതുകളി, പന്തയം, മദ്യം, ഗതാഗതം, പിന്നെ തീർത്ഥാടനം, സ്റ്റാമ്പ് ഡ്യൂട്ടി, പൊതുജനാരോഗ്യമൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ എന്താണ്? പോലീസ്, ക്രമസമാധാനം, ജയിൽ, തദ്ദേശ സ്വയംഭരണം, കൃഷി, ഫിഷറീസ്, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, പഞ്ചായത്തി രാജ്, മദ്യം, ചൂതുകളി, പന്തയം, ഗതാഗതം, തീർത്ഥാടനം, സ്റ്റാമ്പ് ഡ്യൂട്ടി, പൊതുജനാരോഗ്യമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ് രണ്ട് കൂട്ടർക്കും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വൈദ്യുതി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണം, വില നിയന്ത്രണം, അളവ് തൂക്കം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, വിവാഹവും വിവാഹമോചനവും. ഇനി വന്നിട്ട് വർത്തമാന പത്രം, പുസ്തകം, അച്ചടി, പ്രസ്സുകൾ, സ്വത്ത് ഏറ്റെടുക്കൽ, ആവശ്യപ്പെടലുകൾ, വാഹന നികുതി, നീതിന്യായ ഭരണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വൈദ്യുതി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വില നിയന്ത്രണം, അളവ് തൂക്കം, സാമ്പത്തികവും സാമൂഹികമായ ആസൂത്രണം, വിവാഹവും വിവാഹമോചനവും, ട്രേഡ് യൂണിയൻ, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, സ്വത്ത് ഏറ്റെടുക്കൽ, അവകാശപ്പെടലുകൾ, പിന്നെ നീതിന്യായ ഭരണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ. ഇനി ഉള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്
പറയുന്ന നമ്മളുടെ ഈ ഒരു 66 സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ വന്നിട്ട് എങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറി. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏതൊക്കെയായിരുന്നു 5 വിഷയങ്ങൾ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണമായിരുന്നു. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണവും കൂടിയായിരുന്നു. ഇനി അവശിഷ്ട അധികാരങ്ങളുണ്ട്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ അധികാരത്തെ അവശിഷ്ട അധികാരം എന്നും പറയുന്നു. അതിന് എക്സാമ്പിൾ സൈബർ നിയമം. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സൈബർ നിയമം എന്താണ്? അവശിഷ്ട അധികാരത്തിലാണ് പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ?